ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ചുരിദാറിൻ്റെ നെക്കിലും അതുപോലെ യോക്കിലും ഓൾ ഓവർ ഡിസൈനായിട്ടും സ്ലീവിലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു എംബ്രോയിഡറി ഡിസൈനാണ് കേട്ടോ. ഇത് ആങ്കർ ത്രെഡ്സും കുറച്ച് ബീഡ്സും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 ഷെയ്ഡിലുള്ള ആങ്കർ ത്രെഡ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ബീഡ്സും. ആങ്കർ ത്രെഡ് 6 റൺസിൽ കൊള്ളുന്ന ഏത് നീറ്റിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ റെഡ് ഷെയ്ഡിലുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ട് ഈ 3 സ്ഥലങ്ങളിലായിട്ട് നമുക്ക് റിംഗ് നോട്ട്സ് ഉപയോഗിച്ചിട്ട് ഫ്ലവേഴ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. 5 റിംഗ് നോട്ട്സ് ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലവർ ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 പ്രാവശ്യം നീഡിൽ ചുറ്റിയെടുത്തിട്ടാണ് റിംഗ് നോട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ലെയറായിട്ട് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ 2 ലെയറായിട്ടാണ് ആ ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ലെയറായിട്ടേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നീഡിൽ 2 പ്രാവശ്യം ചുറ്റിയെടുക്കാം. നമ്മൾ ലെയറായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം നീഡിൽ ചുറ്റിയെടുത്തിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ റൗണ്ടിലായിട്ട് നമുക്കൊന്ന് റിംഗ് നോട്ട്സിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇപ്പോൾ 5 റിംഗ് നോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളൊരു ഫ്ലവർ പോലെ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള 2 ഫ്ലവേഴ്സും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതും ഈ സെയിം ത്രെഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ 3 ഫ്ലവേഴ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷെയ്ഡിലുള്ള ത്രെഡ് കൊണ്ട് സെയിം പോലെ തന്നെ ഈ ഒരു 3 സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഈ ത്രെഡ് ഉപയോഗിച്ചിട്ടും സെയിം ഫ്ലവർ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ അടുത്ത 2 ഫ്ലവറും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 ഷെയ്ഡിലുള്ള ഗോൾഡനും ഗ്രീനും ഷെയ്ഡിലുള്ള സീക്വൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പം നമ്മൾ ഈ ഫ്ലവേഴ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ഇതിൻ്റെ എല്ലാം ഇടയിലായിട്ട് നമുക്ക് ഒരു 3 റെഡ് റിംഗ് നോട്ട് കൊണ്ടുള്ള ഫ്ലവറും റെഡ് ക്രീം കളർ കൊണ്ടുള്ള ഫ്ലവറും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 3 എണ്ണം ഈ ഒരു സീക്വൻസ് കൊണ്ടുള്ള ഫ്ലവറും കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ബ്ലാക്ക് ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്, നോർമൽ സ്വിങ് ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സീക്വൻസ് കൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ
രണ്ട് സീക്വൻസും ഒരു പ്രാവശ്യം സെയിം ടൈം തന്നെ നമ്മൾ നീഡിൽ കോർത്തെടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഗോൾഡൻ കളർ എടുക്കുന്നു, അതിൻ്റെ നേരെ മുകളിലായിട്ട് ഗ്രീൻ കളറും ഇടുന്നു. രണ്ടും സെയിം ടൈം നമ്മൾ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. ഇതാ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും. ഗോൾഡൻ കളറിൻ്റെ അത്ര വലുപ്പമില്ല കേട്ടോ നമ്മുടെ ഗ്രീൻ ഷെയ്ഡിലുള്ള സീക്വൻസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഗ്രീന് ഗോൾഡൻ ബോർഡർ പോലെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇതും 5 പെറ്റൽ പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. 5 ടൈംസാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ റിംഗ് നോട്ട്സ് ചെയ്ത പോലെ തന്നെ 5 സീക്വൻസാണ് നമ്മൾ ഇതിലും കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരെണ്ണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് അടുത്ത 2 ഫ്ലവറും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ തന്നെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ അടുത്ത 2 ഫ്ലവറും കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ ഫ്ലവേഴ്സ് എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ 2 ടൈപ്പിലുള്ള ബീഡ്സ് ആണ്. ഒന്ന് കട്ട് ബീഡ്സും ഒന്ന് നോർമൽ വൈറ്റ് ചെറിയ സൈസിലുള്ള പേൾസുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ എല്ലാ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ടും ഈ വൈറ്റ് പേൾസിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓരോ പേൾസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പേൾസിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മൊത്തം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലും നമ്മൾ ഈ പേൾസിനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം സൈഡിലായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ ആയിട്ട് നമുക്ക് പേൾസിനെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയാൽ മതി ഈ പേൾസിനെ. ഇപ്പോൾ ഈ പേൾസിനെ കംപ്ലീറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കട്ട് ബീഡ്സ് ആണ്. ഗോൾഡൻ ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സ് ആണ്. ഇത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു പേൾസ്, അതിൻ്റെ എല്ലാം ഇടയിലൂടെ ഈ ഒരു കട്ട് ബീഡ്സിനെയും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് കട്ട് ബീഡ്സിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നെക്കിന് താഴെ യോക്കിൽ വരുന്നൊരു ഡിസൈനാണ്. ഇത് നമുക്ക് ഓൾ ഓവർ ഡിസൈനായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഈ ഒരു ഡിസൈനെ തന്നെയാണ് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കൊടുക്കുകയാണ്. ഇതന്നെ ഒന്ന് വീതി കുറച്ചിട്ടാണ് നമ്മൾ നെക്കിൽ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ്. ഈ നെക്കിന് ചെയ്ത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്